വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. LDF വികസന മുന്നേറ്റ ജാഥയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണുണ്ടായത്. മാധ്യമ ശൃംഖലയുമായി ചേർന്ന് പാർട്ടിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള മണ്ണാണ് പയ്യന്നൂർ. രക്തസാക്ഷികളുടെ നാടാണ് പയ്യന്നൂർ. ജീവരക്തം കൊണ്ട് പടുതുയർത്തിയതാണ് പയ്യന്നൂരിലെ പാർട്ടിയെന്നും അപവാദ പ്രചരണത്തിലൂടെ പയ്യന്നൂരിലെ പാർട്ടിയെ തളർത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് ഈ പാർട്ടിയെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിനു വേണ്ടി ഗൃഹസന്ദർശന പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി പി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നത്. ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി അവരുടെ എല്ലാം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം. ഒരു ഫുട്ബോൾ പന്ത് പോലെയാണ്. ആ പന്തിനെ എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാവബോധം വേണം. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കുറച്ചു ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞികൃഷ്ണനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി ബൂർഷ്വാ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസമെല്ലാം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനമെന്ന കാര്യത്തിൽ തർക്കമില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച് ബൂർഷ്വാസിയോടൊപ്പം അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല. പയ്യന്നൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ അതിന്റെ കോടാലിക്കൈയായി വി കുഞ്ഞികൃഷ്ണനെ ഉപയോഗപ്പെടുത്തി ഈ പാർട്ടിയെ തകർക്കാനാവുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലയുടെയും ഭാഗമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അതിനൊന്നും കീഴടങ്ങാൻ മനസ്സുള്ള നാടല്ല പയ്യന്നൂര് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ഏത് തീക്ഷ്ണമായ പോരാട്ടത്തിന്റെയും മുമ്പിൽ ജ്വലിച്ചു നിന്ന ഈ പയ്യന്നൂരിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഇവിടെയുണ്ട്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാനാണ് ഞാൻ ഈ ജാഥയുടെ ആമുഖമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും